ഈ വുമൻസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് ഒരനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി ദൈവത്തിന് നന്ദി പറയും. ഇതിനൊക്കെയുള്ള എല്ലാ ഡിസ്ട്രിക്ട് സഹോദരിമാരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രസിഡൻ്റ്, അദ്ദേഹം, അവരുടെ കുടുംബം, എല്ലാവർക്കായും നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരെ അനുഗ്രഹം. അതേപോലെ ഇന്ന് പ്രാസംഗികനായി കടന്നു വന്ന മിഷനറി കുടുംബത്തിനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഡിസ്ട്രിക്ട് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നാം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ദുഃഖമുള്ള ഒരു അവസ്ഥ ഉണ്ട്. എന്നാൽ അവിടെ എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ച്, എന്നാൽ ഓർക്കുമ്പോഴെല്ലാം വലിയ ഭാരമുണ്ട് നമ്മുടെ സുമജ സിസ്റ്ററുടെ കാര്യം. എന്നാൽ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ സുമജ സിസ്റ്ററോട് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ആൻറ്റി ഞാനുണ്ട്, എപ്പോഴും എൻ്റെ അടുത്ത് പറയും ആൻറ്റി ഞാനുണ്ട്. ആ വാക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കായിട്ട് ഇനി ദൈവത്തിന് വേണ്ടി ആ കുടുംബം നിലനിൽക്കുവാൻ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹോദരിമാരെ എല്ലാം ദൈവം സൂക്ഷിക്കുന്ന കൃപയ്ക്കായി ജെയിനി സിസ്റ്ററിനും വന്ന വലിയ പ്രയാസത്തിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച്, ഓരോരുത്തരെയും വിടുവിച്ച് കാത്ത് സൂക്ഷിച്ച്, എനിക്കും പെട്ടെന്നൊരു പ്രയാസം വന്ന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് നടത്തിയതിനായി, എന്നെ താങ്ങിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവകൃപ നമ്മെ എല്ലാവരെയും താങ്ങി സൂക്ഷിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിൻ്റെ പിന്നിൽ ലീഡേഴ്സായിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കർത്താവിന് വേണ്ടി ത്യാഗത്തോട് പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ഞാനിവിടെ ഇരിക്കുമ്പോഴും ഓർത്ത്, എൻ്റെ പാസ്റ്റർ ഉള്ള സമയത്ത് ഞങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ദൈവം നോക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. എന്നാൽ അതിൻ്റെ പിന്നിലും ദൈവം അവിടെ ഞങ്ങൾക്ക് കടന്നുപോയി പല സ്ഥലത്തും, പല സ്റ്റേറ്റുകളിലും, പല സ്ഥലത്തും, ബോംബെയിലേക്ക് 2 പ്രാവശ്യം കടന്നുപോയി. അവിടുത്തെ പല നിറയെ സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ. രാത്രി 12 മണിയാകുമ്പോഴും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ അവിടെയായി. അതേപോലെ പല സ്ഥലങ്ങളിലും ആർക്കും പോകാൻ പറ്റാത്ത നമ്മുടെ ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തും എല്ലാം എൻ്റെ ഭർത്താവ് ഒരു ലോറി പിടിച്ച് എല്ലാവരെയും പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യത്തോട് പല സ്ഥലത്തും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും. പണ്ടത്തെ കാലങ്ങൾ വലിയ പ്രവർത്തനത്തിൻ്റെ കാലങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോഴതിനുള്ള അവസരങ്ങളൊന്നുമില്ല. വലിയ പ്രവർത്തനത്തിൻ്റെ കാലങ്ങൾ. അന്ന് എല്ലാവരും ത്യാഗത്തോട് പ്രവർത്തിക്കുമായിരുന്നു. ഇന്ന് പോകാനും വരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ദൈവം എല്ലാവരെയും സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച്, അതിനായി ദൈവത്തിന് നന്ദി പറയാം. ജീസസ് മത്തായി 24:16 വായിക്കപ്പെടുമ്പോൾ, ഒരുവൻ എന്നെ സ്നേഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ, എന്ന് തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും തൻ്റെ ക്രൂസ് എടുക്കണമെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ക്രൂസിൽ ഏറെ അനുഗ്രഹങ്ങളുണ്ട്, വിജയമുണ്ട്, സൗഖ്യമുണ്ട്, നന്മ ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എന്നാൽ അത് ചുമക്കുകയും എടുക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും കഷ്ടത വരുമ്പോൾ നാം ക്ഷീണിച്ചു പോവുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്തിന് കർത്താവേ ഇത് എന്നെക്കൊണ്ട് ഇത് ചുമക്കാൻ കഴിയില്ലെന്ന്. എന്നാൽ കർത്താവ് ജീസസ്, കർത്താവ് നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ആ ശാപമേറ്റ ക്രൂസ് കർത്താവ് ചുമന്ന് തന്നെത്താൻ സമർപ്പിച്ച് നമ്മെ രക്ഷിച്ച്, ജീസസ് നമുക്ക് ക്രൂസ് ചുമന്നത് കർത്താവ് ഇഞ്ചിഞ്ചായി നമുക്ക് വേണ്ടി ത്യാഗമായി സമർപ്പിക്കപ്പെട്ട് ക്രൂസിൽ മരിച്ച് ഉയർത്ത്
എന്നും നമ്മെ രക്ഷിക്കുവാൻ. നമ്മുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും ക്രൂശിതനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് വിടുതൽ തന്ന് നമ്മെ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രയാസത്തിൻ്റെയും മധ്യേയും നമുക്കൊരു സമാധാനം തരാൻ ശക്തിയുള്ള ദൈവമാണ് ലോർഡ് ജീസസ്. ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ഉയർത്തപ്പോഴെല്ലാം നമുക്ക് സമാധാനത്തോട് ലോർഡ് ജീസസ് ആ ദൈവ സ്നേഹം നമ്മൾ പകർന്ന് അനുഗ്രഹിക്കപ്പെടാൻ നാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ലോർഡ് ജീസസ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്താൽ നിറച്ച് നമ്മെ ഉയർത്തുവാൻ നാം പ്രാർത്ഥിക്കുക. അതേപോലെ അനേകം കർത്താവിന് വേണ്ടി ത്യാഗമായി നാം അനേകം പേർക്ക് വേണ്ടി പ്രയോജനമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ് കർത്താവ് നമ്മെ നോക്കും. ആരെങ്കിലും എനിക്ക് വേണ്ടി ലോർഡ് ജീസസ് ത്യാഗം സഹിക്കുന്നുവെന്ന് ലോർഡ് ജീസസ് ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. യേശോപ്പ സ്തോത്രം കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ശ്രദ്ധിക്കുന്ന കർത്താവേ, യേശോപ്പ ലോക മനുഷ്യരെ സ്നേഹിച്ച് ലോക മനുഷ്യർക്ക് വേണ്ടി അപ്പ കർത്താവ് ത്യാഗമായി തൻ്റെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഇന്നും ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാവരും ആരും നശിച്ചു പോകാതെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണേ. അവിടെ നിന്ന് വലിയവ ചെയ്യണേ, അത്ഭുതം പ്രവർത്തിക്കണേ. തിരുമഹത്വം കൂടെയും എല്ലാ തരത്തിലും എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളും. ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും നടത്തി കാത്തുകൊള്ളും. എൻ്റെ പിന്നിൽ പ്രസിഡൻ്റായിരിക്കുന്ന, വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന, സെക്രട്ടറി ആയിരിക്കുന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണേ കർത്താവേ. ജോബി പാസ്റ്ററേയും കുടുംബത്തെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത്രയും സ്നേഹിച്ച ദൈവം ഇനി ശുശ്രൂഷകളെ മാനിക്കണേ. യേശോപ്പ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അനേകം പേര് കൃപാവരങ്ങളോട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സഹായിക്കണേ. എല്ലാം ഞങ്ങൾ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സെയും എല്ലാവരെയും ഒന്നുകൂടെ ഏൽപ്പിക്കുന്ന കാത്ത് സൂക്ഷിക്കണമേ. വലിയവ ചെയ്യും തിരുമഹത്വം കൂടെയും കാത്തുകൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.